സോ ഈവനിങ് വാക്ക്. അപ്പം കുറേ നാളായി കണ്ടിട്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇൻട്രോ എടുത്താലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻജോയ് തരോൺ. സോ ഗൈസ്, കുറേ നാൾക്ക് ശേഷം ഒരു ഈവനിങ് വാക്കായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൂടെ നമ്മുടെ ഫെബിനും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. വി ആർ ട്രാപ്ഡ്. ഞങ്ങൾ അവസാനമായിട്ട് ഇവിടെ വരുന്ന 2 മാസം മുമ്പാണ്. അന്ന് വന്നപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടപ്പോൾ മൊത്തം കമ്പിവേലി ഇട്ടേക്കുക, ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഇവിടെ കമ്പിവേലിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ കമ്പിവേലി ഇട്ട് വാഴ റബ്ബറും എല്ലാം നട്ടു വെച്ചേക്കുക. ഞങ്ങളിപ്പോൾ അതിനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞങ്ങളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ വ്യൂ കാണാൻ വന്നതാണ്. വേറൊന്നുമല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള താഴെ ഞങ്ങളുടെ പള്ളിയാണ്. ഇവിടെ ഒരു റീത്ത് പള്ളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കിട്ടില്ല, എവിടെ നിന്ന് ജഡായിപ്പാറ കാണാൻ പറ്റും. ആ പള്ളിയുടെ പുറവശത്ത് പോയാൽ കുടുക്കത്ത് പറയാൻ കാണാൻ പറ്റും. അപ്പം ഞാൻ ആ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ച്. ഇപ്പം നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, ഞാൻ വെറുതെ കാണിക്കുക. ഇവിടെ ഇരുന്നാൽ പിന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. ഇച്ചിരി നേരത്തെ വന്നായിരുന്നേ, അല്ല ഇച്ചിരി കഴിഞ്ഞ് വന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതും കാണാം. അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ഒരു വലിയ റീത്ത് പള്ളി. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ കൂടെ കയറി കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ പള്ളി. വലിയ പള്ളിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ പോയി നമുക്ക് കുടുക്കത്താറ് കാണാൻ പറ്റും. കയറണോ വേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കുക. എന്നിട്ട് അങ്ങോട്ട് അതാണ് ഈ പള്ളിയുടെ ഓഡിറ്റോറിയം. ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പള്ളി കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ പള്ളിയുടെ അകത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടെ വന്നാൽ ഈ ബാക്ക് സൈഡിൽ നിന്ന് നോക്കി ഇതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നതാണ് ഈ കുടുക്കത്ത് പാറ. എന്നാൽ കുടുക്കത്ത് പാറ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ. പിന്നെ പള്ളിയുടെ ഫ്രണ്ട് വശം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അവിടെയാണ് പള്ളിയുടെ സെമിത്തേരി, അത് ഓഡിറ്റോറിയം. പിന്നെ അവിടെ ബാത്റൂമൊക്കെ. ഇവിടെ ഒരു സ്ഥലമുണ്ട്, നല്ല സൂപ്പറാണ്. ഞങ്ങളിനി ഇവിടെ ഒന്ന് കുറച്ച് പിക്കൊക്കെ എടുക്കട്ടെ. ഈ വീഡിയോ വരുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നും അറിയത്തില്ല. ക്യാമറയുടെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് പള്ളി. പള്ളിയുടെ ഫ്രണ്ട് വശം. 2 സൈഡിൽ കൂടെ ഇറങ്ങി വരാൻ സ്റ്റെപ്പുണ്ട്. 2 സൈഡിൽ കൂടെ ഒരു സ്ട്രീം പോലെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സ്റ്റിൽ വർക്കിംഗ് അല്ല. പള്ളി പണിഞ്ഞ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മീൻകുളം പള്ളി. നല്ല വലിയ പള്ളിയാണ്. ഇപ്പോൾ ബാക്ക് സൈഡിൽ പോയി കൊടുക്കുന്നവരെ കാണിച്ചു. ഞാൻ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് കാണിച്ചു തരാം. 2 സൈഡിൽ കൂടെ സ്റ്റെപ്പുണ്ട്. ഈ വഴി സ്റ്റെപ്പ് കയറാം. ഇവിടെ യേശുവിൻ്റെയും മാതാവിൻ്റെയും ഒരു പ്രതിമയുണ്ട്. താഴെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് പള്ളിയുടെ എൻട്രൻസ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് പിക്ക് എടുത്തായിരുന്നു. അതൊക്കെ നോണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പള്ളിയുടെ എൻട്രൻസ്. സെൻറ്റ് മേരീസ് മലങ്കര സിറിയൻ കാത്തോലിക് ചർച്ച് മീൻകുളം. 2 സൈഡിലും ബോർഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ഈ സംഭവമുണ്ട്, എൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ അവിടെ ഒരു പ്രതിമ, ഇവിടെ ഒരു പ്രതിമ. ഇവിടെ പിന്നെ കോവിഡിൻ്റെയൊക്കെ ഉണ്ട്. 2020 കോവിഡ്, പിന്നെ 2021 വാക്സിൻ കണ്ടുപിടിച്ച് അങ്ങനെ കുറേ ഡിസൈനൊക്കെ അതിലടിച്ചിട്ടുണ്ട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല്. ഇവനെ തൊഴുവാനായെന്നും ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണപ്പെട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കാണിക്കാൻ പറ്റില്ല. ചെറിയ വീഡിയോ ഞങ്ങൾ കുറച്ച് പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ പള്ളി കാണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്, ഫെബിൻ, ആരോൺ. ബൈ.
നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സിംഹ